ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ്, നിങ്ങളുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയുമായി പോയത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ റെസൊനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ റീഡിങ്ങിലൂടെ. അപ്പോൾ നിങ്ങളുമായി കണക്റ്റ് ആകുന്ന പോസിറ്റീവ് കാര്യങ്ങളെ സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 7 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാണ്ട്സ്, ഹീറോഫൻറ്റ്, 8 ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് വാണ്ട്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാണ്ട്സ്, ജസ്റ്റിസ്. ഇത്രയും കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായി കണക്ഷൻ വന്നതെന്ന് വെച്ചാൽ, അവരൊരു മായാ വലയത്തിൽ പെട്ടുപോയതാണ്. ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഒരു മനസ്സൊരു ഡിസ്ട്രാക്ഷനിൽ സംഭവിച്ചു പോയ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അത്രയും നമ്മളെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം ഈ തേർഡ് പാർട്ടി. അപ്പോൾ അവരുടെ ആ ഒരു വാക്കിലും അവരുടെ ആ ഒരു നമ്മളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിൽ അവർ പോയിട്ടുള്ളതാണ്, അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവോൾവ് ആയതാണ്. എന്തായാലും ആ തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരെന്തോ ഒരു കാര്യം ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ്, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി ജീവിതത്തിൽ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. അവരെന്തോ ഒരു പണസംബന്ധമായ ഒരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ആ ബന്ധത്തിൽ അവരൊരു പുതിയ നിങ്ങളുടെ പാർട്ട്ണർ ഒരു പുതിയ തുടക്കമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു ബന്ധത്തിലേക്ക് പോയത്. അതായത് നല്ല അടിത്തറയുള്ള നല്ല ഉറപ്പുള്ളൊരു ബന്ധമായിരിക്കും. അവർ പറയുന്നതെല്ലാം വളരെ കറക്റ്റാണ്, അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം സിൻസിയറിറ്റിയോടുകൂടി പറയുന്നതെന്നൊരു ചിന്താഗതി നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറായിട്ടാണ് നിങ്ങളിൽ നിന്ന് പോയത്. മാത്രമല്ല, ഇപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സൺ ഒട്ടും മാറ്റത്തിന് തയ്യാറല്ലാത്ത വ്യക്തി, അല്ലെങ്കിൽ വിട്ടുതരാൻ തയ്യാറല്ല നിങ്ങളുടെ പാർട്ട്ണറെ. ഒരു പിടിച്ചു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മുൻപിലുള്ള ആരെങ്കിലും ഇപ്പം അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനോഭാവമാണ് തേർഡ് പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു തരം സൊസൈറ്റിയിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാർട്ട്ണറിനെ ഒരു രീതിയിലുള്ള ബാക്കി ഒരു ലോകത്തുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ഒന്നും അനുവദിക്കാതെ, അല്ലെങ്കിൽ ഒരു തടവ് പോലത്തെ ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് മനസ്സിലാകുന്നില്ല. അവർക്ക് തോന്നുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണിത് എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഒരു രീതിയിൽ അവർ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് അവർ പുറമേയുള്ള ലോകത്തെ, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളും ഫാമിലിയും ഒക്കെ ആയിട്ടൊരു ഡിസ്റ്റൻസ് ഈ വ്യക്തിയെ മാറ്റി നിർത്തുകയാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്ന്. മാത്രമല്ല, അവർ എന്ത് തന്നെ മുന്നിൽ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വന്നാലും, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു ബന്ധത്തിന് എതിർത്ത് വന്നാലും, അവരെ എല്ലാം എന്താ പറയുക, അതിനെല്ലാം തയ്യാറാണ് അവർ. എന്തുത്തരം കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണം എന്നുള്ള നല്ല തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് അവർ ഈ ഒരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ അടുപ്പിച്ചിരിക്കുന്നത് അവരിലേക്ക്. അപ്പോൾ എന്തൊക്കെ വന്നാലും അവരതിനെ എതിർത്തു നിൽക്കും എന്നിവിടെ വ്യക്തമാണ്. മാത്രമല്ല, അവരൊരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ആ ഒരു ഫിനാൻഷ്യൽ, അവരുടെ ലക്ഷ്യം തന്നെ ഒരു സാമ്പത്തികമാണ്. അപ്പോൾ ആ ഒരു സാമ്പത്തികം ഇങ്ങനെ കയ്യിലിട്ടുകൊണ്ട് അവരിങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ എന്ത് തന്നെയായാലും സാമ്പത്തികം, അതെല്ലാം ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇവിടെ. ആ ഒരു വ്യക്തി അത്രയും കണ്ണടച്ചിട്ടാണ് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ. അവർ ഒരു ഭയങ്കരമായി ലൈഫ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബിസിയാക്കി ആരുമായിട്ട് അങ്ങനെ അടുക്കാനുള്ള സമയവും സാവകാശവും നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കുന്നില്ല. അവരുടെ തന്നെ ആ ഒരു മായാവലയത്തിൽ അവർ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ വ്യക്തി. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ളൊരു ശേഷി ഈ തേർഡ് പേഴ്സൺ ഇപ്പോൾ ഉണ്ട്. അവർക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും, എങ്ങനെയാണ് ആ ആൾ വിശ്വസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള അത് നന്നായിട്ട്
ഈ ഒരു തേർഡ് പാർട്ടിക്ക് നന്നായി അറിയുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ നീതി ന്യായം അങ്ങനെ ഒരു നമുക്കൊരു മനസ്സിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ മനോഭാവം ഒന്നുള്ള ഒരു വ്യക്തിയല്ല തേർഡ് പാർട്ടി. അവർക്ക് എന്താണോ ശരി അതാണ് ശരി. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു വേദനയായി മാറുമോ എന്നുള്ള ചിന്തകളൊന്നും അവർക്കില്ല. അപ്പോൾ അവരെന്തായാലും ഒരു സാമ്പത്തികം കണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും മറ്റുള്ളവരിൽ നിന്നും അകറ്റി യാതൊരു കമ്മ്യൂണിക്കേഷനും കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പാർട്ട്ണറിന് ഇപ്പോൾ അതൊക്കെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സൺ അത്രയും വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഹാപ്പിയാണോ, അതോ തിരിച്ചു വരാൻ കുറച്ചൊക്കെ ആൾക്ക് മനസ്സിൽ തോന്നിത്തുടങ്ങിയോ, ഇത് ഒരു ചതിയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിത്തുടങ്ങിയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, പാർട്ട്ണറിൻ്റെ ഹിഡൻ ഫീലിംഗ് ആയി വന്നിരിക്കുന്നത് കം ബാക്ക് ഇൻ മൈ ലൈഫ്, ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ട്ണറിന് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവർക്കിപ്പോൾ തിരിച്ചു വരണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കഴിഞ്ഞ കാര്യങ്ങൾ, അവർ ഈ ചെയ്ത തെറ്റുകളൊക്കെ മറന്നുകൊണ്ട് ഒരു ന്യൂ ലൈഫ് അല്ലെങ്കിൽ ഒരു ന്യൂ ജേർണി അവർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി കുറേ കാലങ്ങളായിട്ട് ഇങ്ങനൊരു തോന്നൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഇപ്പോൾ മനസ്സിൽ അവർ ചെയ്ത് തെറ്റായി എന്നൊരു തോന്നൽ അവർക്ക് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ ഇടയിൽ കളിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അയാളുടെ സാമ്പത്തികമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ വെറും യൂസ് ആവുകയാണെന്നുള്ളൊരു തോന്നൽ ആ കക്ഷിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനൊരു ഫീലിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ തന്നെയാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.